പെങ്ങളെ ഭർത്താവിനെ അനുസരിച്ചാ നിനക്ക് സ്വർഗമുണ്ട്, നിനക്ക് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളുണ്ട്. അങ്ങനെ അനുസരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? നീ സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മൂന്നാമത്തെ പെണ്ണാരെന്നറിയോ? സ്വാലിഹത്തായ പെണ്ണിന്റെ മൂന്നാമത്തെ അടയാളം എന്തെന്നറിയോ? മുത്തുനബി പറയുകയാ, ഭർത്താവിനെ ചതിക്കാത്ത പെണ്ണാ. ഭർത്താവിന്റെ അസാന്നിധ്യമുണ്ടല്ലോ, ഭർത്താവ് കച്ചവടത്തിന് പോയി, ഭർത്താവ് ഗൾഫിൽ പോയി, ആ സമയത്ത് ഒറ്റയ്ക്ക് തന്റെ മക്കളുമായി 2 നിലയുള്ള വീടിന്റെ അകത്ത് ഒറ്റയ്ക്ക് കഴിയുമ്പോഴും പടച്ചവരെ തന്റെ ഭർത്താവിനെ വഞ്ചിക്കാത്ത പെണ്ണുണ്ടല്ലോ, തന്റെ ഭർത്താവിന്റെ സമ്പാദ്യം സൂക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ, തന്റെ ഭർത്താവിന്റെ അഭിമാനം സൂക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവള് സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പടച്ചവനെ ചില ഭർത്താവിന്റെ മുന്നിലെങ്ങാളും ഭാര്യയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ ഭർത്താവ് പറയും, എന്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആരെങ്കിലും തന്റെ ഭാര്യയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പറയും, എന്റെ ആമിനായോ, ഞാൻ വിശ്വസിക്കൂല. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും അവന്റെ കുടുംബം അങ്ങ് തിന്നുകയാണ്, അവന്റെ ഭാര്യ സന്താനങ്ങൾ തിന്നുകയാണ്, അവന്റെ കൂടപ്പിറപ്പുകൾ തിന്നുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന് അവന്റെ കുടുംബത്തിലെ 5 പെണ്ണുങ്ങൾ തടയുമെന്ന് മുത്തുനബി അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഞാനും നിങ്ങളും വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചെലവിന് കൊടുക്കുന്ന നമ്മുടെ ഭാര്യയുണ്ടല്ലോ, കിടപ്പറയിലെ നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യയുണ്ടല്ലോ, അള്ളാഹുവേ, ആ ഭാര്യ ഒരു സാലിഹത്തായ പെണ്ണാണോ എന്ന് നിനക്ക് തിരിച്ചറിയണോ? നിന്റെ ഭാര്യ ഒരു സാലിഹത്തായ പെണ്ണാണോ? അള്ളാഹു ഇഷ്ടപ്പെട്ട പെണ്ണാണോ? ആ പെണ്ണിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 7 അടയാളങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞല്ലോ, ഈ 4 അങ്ങനെയുള്ള ഒരു പെണ്ണിനെ ഏതെങ്കിലും ഒരു മനുഷ്യന് കിട്ടിയാൽ, സ്വാലിഹത്തായ ഒരു പെണ്ണിനെ ഒരാണിന് കിട്ടിയാൽ അവൻ ഭാഗ്യവാനാണ്, അവൻ രക്ഷപ്പെട്ടവനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളം എന്താ? സാലിഹത്തായ ഭാര്യയുടെ അടയാളം എന്താ? അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഇദാ നളറ ഇലൈഹാ, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ പെണ്ണങ്ങാണം തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയാൽ ഭർത്താവിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും മാറുകയാണ്, സർവ്വവേദനകളും മാറുകയാണ്, സർവ്വ ദുഃഖങ്ങളും മാറുകയാണ്. ആ പ്രിയപ്പെട്ടവളുടെ മടിത്തട്ടിലൊന്ന് പോയി കിടന്നാൽ പടച്ചവനെ എല്ലാ ടെൻഷനും മാറുകയാണ്. എന്തൊരു സന്തോഷമെന്നറിയുമോ? എന്തൊരു സമാധാനമെന്നറിയുമോ? ഭാര്യയുടെ ചിരി കണ്ടു കഴിഞ്ഞാൽ ഭർത്താവിന് സമാധാനമാണ്. വീട്ടിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവിതം സന്തോഷമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. പടച്ചവരെ, അങ്ങനെ ഏതെങ്കിലും ഒരു ഭർത്താവിന് സന്തോഷം തോന്നുന്നുണ്ടോ? നിന്റെ ഭാര്യയുടെ പുഞ്ചിരി കാണുമ്പോ, നിന്റെ ഭാര്യയുടെ മുഖം കാണുമ്പോ അല്ലാഹുവേ, നിനക്ക് സമാധാനമുണ്ടോ? നിനക്ക് സന്തോഷമുണ്ടോ? നിന്റെ ടെൻഷൻ മാറുന്നുണ്ടോ? നിന്റെ പ്രയാസം മാറുന്നുണ്ടോ? നിന്റെ ഭാര്യയോട് നിന്റെ മനസ്സ് തുറന്ന് സർവ്വ കാര്യങ്ങളും പങ്കുവെക്കണമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിലും നിന്റെ ഭാര്യ ഒരു സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. സ്വാലിഹത്തായ പെണ്ണിന്റെ ഒന്നാമത്തെ അടയാളം അതാണ്. അടയാളം, ഭർത്താവ് തന്റെ രഹസ്യവും പരസ്യവും എല്ലാ കാര്യവും ഭാര്യയോട് പറയുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പടച്ചവനെ, ഭാര്യയും ഭർത്താവും കൂട്ടുകാരെ പോലെ, ഫ്രണ്ട്സുകളെ പോലെ പടച്ചവനെ തമാശകൾ പറഞ്ഞ് 2 പേരും സന്തോഷത്തോടെ ജീവിക്കുകയാണ്. പടച്ചവനെ, ഭാര്യ വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുകയാ, ഭർത്താവ് വരുന്നത് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നല്ലോ. ഭർത്താവ് താമസിച്ചാൽ
വീടിന്റെ കവാടത്തിൽ തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുന്ന ഭാര്യ. പടച്ചവനെ, ഭർത്താവ് വരാതെ ഭക്ഷണം കഴിക്കൂല, ഭർത്താവ് കഴിക്കുന്ന പാത്രത്തിലെ ഭക്ഷണം കഴിക്കൂ. അങ്ങനെ കുടുംബജീവിതം നയിച്ചിരുന്ന നിന്റെ വാപ്പയെയും ഉമ്മയെയും മറന്നുപോയി. പഴയ തലമുറയിലെ മാതാപിതാക്കൾ പ്രായം ചെന്നവരാണെങ്കിലും എന്തൊരു സ്നേഹമെന്നറിയുമോ, എന്തൊരു സ്നേഹമെന്നറിയുമോ. ഭർത്താവ് കടിച്ച പാത്രത്തിൽ എന്തിന് എന്റെ വാപ്പ അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പ കടിച്ചിട്ട് വെച്ച പാത്രത്തിലെ ഉമ്മ ഭക്ഷണം കഴിക്കൂ. കാരണം പടച്ചവനെ, ഒരൽപ്പം ഭക്ഷണം അവർ പാത്രത്തിൽ വെക്കുമായിരുന്നു. ഇനി അവർ രണ്ടുപേരും ഒറ്റയ്ക്കാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, പഴയ വീടുകളിൽ ഒരു വലിയ പാത്രം കാണാ, അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കൂ, അവര് കുടുംബസമേതം ഒരുമിച്ച് ഭക്ഷണം കഴിക്കൂ. അങ്ങനെ കഴിച്ചതിലൂടെ ഉണ്ടാകുന്ന നേട്ടം എന്തെന്നറിയുമോ? ഒരുമിച്ച് ഭക്ഷണം കഴിക്കണേ, ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കണേ. അങ്ങനെ ഭക്ഷണം കഴിച്ചാ അല്ലാഹു ആ ഭവനത്തിൽ ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ വീട്ടിലൊരു വലിയ പാത്രം വാങ്ങണേ, നിങ്ങൾ വീട്ടിലൊരു വലിയ പാത്രം വാങ്ങണേ. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കണേ. ഒരേ പാത്രത്തിൽ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന 3 പ്രതിഫലം പറഞ്ഞു തരാ. അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. കുടുംബസമേതം ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിച്ച അള്ളാഹു ആ കുടുംബത്തിന് 3 പ്രതിഫലം കൊടുക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കഴിക്കൂലേ? ഞാൻ തെളിവ് സഹിതം പറഞ്ഞുതരാം, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ ജീവിതം മാത്രം എടുത്തു നോക്കിയാൽ മതി, വേറെ ആരുടെയും ജീവിതം വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ വീടുകളിൽ ഉണ്ടായിരുന്നു, ഇപ്പത്തെ വീടുകളിൽ ഇല്ല. ഈ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യല്ലേ? ഇവിടെ പണ്ടുള്ള ഒരു 15 വർഷം 20 വർഷം ബാക്കിലോട്ട് ചിന്തിക്ക്, എവിടെയാ അപ്പൊ ദാരിദ്ര്യം പറയണേ? എവിടെയാ ദാരിദ്ര്യമുള്ളത്? ഏതെങ്കിലും ആപ്പ അല്ലോ എന്റെ മോളെ കെട്ടിക്കും, എങ്ങനെ കെട്ടിക്കും, ടെൻഷൻ അടിച്ചിട്ടുണ്ടാ? ഉണ്ടോ മനുഷ്യ? ഇന്ന് നിനക്ക് ആകെ 2 എണ്ണേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൾ, ഒരു ചെറിയ മകളെ ഉള്ളൂ. നീ ഇപ്പഴും ചിന്തിക്കുന്നത് എങ്ങനെ കെട്ടിക്കും. നിന്റെ ടെൻഷൻ അതാ അല്ലേ? വീട് നന്നാക്കണം, അത് റെഡിയാക്കണം, ഇത് എന്താ ജോലിയില്ല, കൂലിയില്ല, എന്റെ മോളെ എങ്ങനെ കെട്ടിക്കും. നിന്റെ അത്തായിക്ക് ഇത് വല്ലതും ചിന്ത ഉണ്ടായിരുന്നോ? അത്തായിക്ക് 5 എണ്ണം ഉണ്ടായിരുന്നല്ലോ. നിന്റെ സഹോദരിമാർ 5 പെങ്ങന്മാരുണ്ടായിരുന്നല്ലോ, 6 എണ്ണം ഉണ്ടായിരുന്നല്ലോ. നിന്റെ വാപ്പ ഏതെങ്കിലും പള്ളിയുടെ ലെറ്റർ പേഡും കൊണ്ട് വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് എരന്നിട്ട കെട്ടിച്ച് ഏത് വാപ്പായ അപ്പൊ പണ്ട് പിരിവിന് പോയിട്ടുള്ള? നിങ്ങൾ പറ, എന്തും ഉണ്ടായിരിക്കണം ഉള്ളത് ചോദിക്കുമ്പോ. എടാ, നിങ്ങളൊരു 10-25 കൊല്ലം എന്റെ കാലം കഴിഞ്ഞ് എന്റെ പോട്ടെ ഒരു 30 കൂടി ബാക്കിലോട്ട് ചിന്തിക്ക്. ഏത് പള്ളിയുടെ ലെറ്റർ പേഡും കൊണ്ടാ ഇവിടെ നിന്ന് അങ്ങനെ ഒന്നും എഴുതി കൊടുത്തേക്കില്ലട്ടാ. അല്ലാഹു ആലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയുടെ കൊച്ചിനെ ഉണ്ടെന്ന് ചില മക്കൾ പെണ്ണിനെ കെട്ടിച്ച് 2 മക്കളുമായി ഇപ്പോഴും പിരിവ് നടത്തുന്നവരുണ്ടപ്പാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ പാപങ്ങളും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയ പന്ന ഒരു 10-25 കൊല്ലം മുമ്പ് ആര് പിരിവെടുത്തിട്ട? അത് അല്ലാഹു അറിയാം, അടച്ചവനറിയാ, അല്ലാഹു നോക്കിക്കൊള്ളതൊക്കെ. ഇതൊരു ഈമാനപ്പ, ഒരു വിശ്വാസം. പാകേറിയ റബ്ബിനറിയാൻ റിസ്ക് തരാൻ. എന്റെ ഭാര്യ ആരാണെന്ന് അല്ലാഹു ഇപ്പൊ ഞാൻ ജനിച്ചപ്പെട്ട റബ്ബ് തീരുമാനിച്ചിട്ടില്ല എന്റെ ഭാര്യ ആരാണെന്ന്. ഞാൻ എത്രാമത്തെ വയസ്സിൽ പെണ്ണ് കെട്ടുവന്ന്. പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് വീടുണ്ടെങ്കിലേ കെട്ടത്തുള്ളൂ. ഇന്ന് വീടുണ്ടെങ്കിലേ കെട്ടു. നമ്മുടെ അത്ത കെട്ടിയത് വീടുണ്ടായിട്ടാ? പറ. എന്റെ അത്ത കെട്ടിയത് എന്താ? എന്റെ വാപ്പ എന്തായാലും വീടുണ്ടായിട്ടല്ല, ഉമ്മാനെ കെട്ടിയിട്ട് പാലക്കാട്ട് പോയി കെട്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് വീടൊക്കെ ഉണ്ടാക്കിയേ. എന്ത് സന്തോഷമില്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറുടെ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. നമ്മൾ ചിന്തിച്ചാൽ മതി, അള്ളാഹു എല്ലാം തരും പടച്ചവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നുമോളെ കെട്ടിച്ചു കൊടുത്ത ആർക്കാ അലിയായിരുന്നു? നിങ്ങൾക്ക് അംബാനിയായിരുന്നു അലിയായിരുന്നു? നിങ്ങൾ അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ അപ്പൊ എല്ലാരും പണക്കാർ കെട്ടിച്ചു, പാവപ്പെട്ടവര്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് അതപ്പോ എങ്ങനെ ഉസ്താദ്? അള്ളാഹിക്ക് അറിയാൻ ചങ്ങാതി നേരെയാക്കാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കൂട്ടത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം, അള്ളാഹു ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യും. അത് മതി. ബർക്കത്ത് കിട്ടിയ രക്ഷപ്പെട്ടു, ദുനിയാവിൻ രക്ഷപ്പെട്ടു, ആഖിറവും രക്ഷപ്പെട്ടു. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. രണ്ട് മനസ്സുകൾ തമ്മിൽ ബന്ധവും സ്നേഹവും ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ഓ അല്ലേ, എടാ അവൻ എന്റെ കൂടെ പുറപ്പ്, നീ പോടാ അല്ലേ. പണ്ടൊക്കെ പറയുമായിരുന്നു, ആര് പറഞ്ഞാൽ എടാ അവ എന്റെ രക്തവടാ, എന്റെ കൂടെ പുറപ്പെടാ. ഇപ്പോ ഇതിന്റെ പണി അല്ലേ. സഹോദരങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു പണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ മാനസികമായിട്ട് ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഭാര്യ ചിന്തിക്കല്ല, എന്റെ ഇക്കാനെ ഞാൻ എങ്ങനെ ചതിക്കും പടച്ചവനെ. അല്ല പിന്നെ അള്ളാനെ കുറിച്ചുള്ള ചിന്തയ്ക്ക് അപരിയായി എന്റെ ഭർത്താവിനെ ഞാൻ എങ്ങനെ വഞ്ചിക്കും. എന്റെ ഭാര്യ അങ്ങാണ് ഇത് അറിഞ്ഞവള് നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോലോ. അല്ല, സ്നേഹബന്ധം ഉണ്ടായിരുന്നു സഹോദര, കൂടപ്പുറപ്പുകൾ. ഇന്ന് ഒരു മതിലിന് അക്കരെ ഇക്കരെ ഒരു വീടിന്റെ അകത്ത് യുദ്ധം നടക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ ശത്രു ആരാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്നോട് ഏറ്റവും വലിയ അസൂയ എന്റെ അയൽവാസിക്കാണെന്നാണ്. അങ്ങനെ നമ്മൾ കരുതിയിരിക്കണേ. അല്ല, ഏറ്റവും കൂടുതൽ അസൂയ ആർക്കാ? അയൽവാസിക്കല്ല. അയൽവാസിക്കല്ല നമ്മളോട് ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്നത്. തെളിവ് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോട് ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്നത് നമ്മുടെ കൂടപ്പുറപ്പിനാ. പിന്നെ നാട്ടുകാർക്ക് തോന്നും. നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് ആ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. സൂറത്ത് യൂസുഫ് നബി അലിഹിസ്സലാമിന്റെ ചരിത്രം അള്ളാഹു പറയുന്നുണ്ട്. യൂസുഫ് നബി അലിഹിസ്സലാം വാപ്പാടെ അടുക്ക പോയിട്ട് പറഞ്ഞു, വാപ്പാ ഞാനൊരു സ്വപ്നം കണ്ടു കേട്ടാ, എനിക്കിങ്ങനെ സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. യാക്കൂബ് നബി അലിഹിസ്സലാം മോനോട് പറഞ്ഞു കൊടുത്തു, മോനെ നീ ആരോടും പറയണ്ട, കാക്കാമാരോടൊന്നും പോയി പറയണ്ടട്ടാ, നിന്റെ സഹോദരങ്ങളോടൊന്നും പോയി നീ പറഞ്ഞു കൊടുക്കണ്ട. യൂസുഫ് നബി അലിഹിസ്സലാം കുട്ടിയാ പോയി പറഞ്ഞു കൊടുത്തു. അവസാനം ഉണ്ടായത് എന്തേ? പൊട്ടക്കണത്തിലിട്ടിട്ട് കൊല്ലാൻ നോക്കിയത് ആ കൂടപ്പുറപ്പുകളായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഏറ്റവും കൂടുതലില്ലേ, അവന് മാത്രം എങ്ങനായി, ഞാൻ ഇങ്ങനായി, ഓന് അറബി എത്തിങ്കാനയിലാക്കിയതാ, അവൻ കൈയിട്ട് വാരിയതാ. എന്തിനപ്പ? അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, അൽഹംദുലില്ലാ, സന്തോഷം. എന്നെക്കാളും വലിയ വീട് അവനെക്കാളും വലിയ വീട്. എത്രയൊക്കെ ആണെങ്കിലും, എത്ര വലിയ വീട് വെച്ചാലും കുടുംബ വീട്ടിൽ കിടന്നാൽ കിട്ടുന്ന ഒരു സുഖം വേറെ എങ്ങും കിട്ടൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ള കാര്യല്ലേ? അതാണ്, കുടുംബ വീട്ടിൽ പോയി ഒന്ന് കടന്നാൽ മതി. എന്ത് ബർക്കത്തെന്നറിയോ? ആ ബർക്കത്ത് ഉണ്ടാകാനുള്ള കാരണം എന്താ? നിന്റെ അത്തായ അമ്മായി അവിടെ ഉള്ളത് കൊണ്ടാ. ആ പ്രായമുള്ളവർ ആ വീട്ടിൽ ഉള്ളത് കൊണ്ടാണ് ആ വീട്ടിൽ ബർക്കത്തുള്ളത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന നേട്ടം എന്തുണ്ടാകും? സ്നേഹബന്ധം ഉണ്ടാകും. കൂടപ്പുറപ്പുകൾ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിലൊരു ബന്ധം. ഇന്ന് അല്ലാഹുവേ പടച്ചവനെ, ഇന്ന് ഭർത്താവ് തന്നെ പാത്രത്തിൽ ഭാര്യ കൈവെക്കോ? നിങ്ങൾ ഇന്നൊന്ന് പോയി നോക്കണം. ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എന്റെ വയല് കേൾക്കണ ഓരോ ലൈവ് കേൾക്കണ ഓരോ ഭർത്താവും ഓരോ ഉമ്മയും നിങ്ങളും ചിന്തിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നീ കഴിച്ച പാത്രത്തിൽ ഒത്തിരി ചോറ് വെച്ചിട്ട് ആമിനാക്കി കൊടുത്തു നോക്ക്. ആമിനെ പതുക്കെ എടുത്തുകൊണ്ട് പോയി തട്ടാൻ. എന്തിന്? നമ്മുടെ ഉമ്മ, അള്ളാഹു നമ്മുടെ ഉമ്മയ്ക്ക് മരണപ്പെട്ടവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉമ്മ ഇങ്ങനെ പണ്ട് ഒരു ചെറിയ ഒരു കലത്തിനകത്തങ്ങിട്ടിട്ട് കുലുക്കും, ഇങ്ങനെ കൈയിട്ടങ്ങോട്ട് കുഴയ്ക്കും. സാമ്പാറും തൈരും എല്ലാം കൂടെ ഒരു സിമെന്റ് കുഴക്കണ പോലെ, ഇപ്പം മിസ്സിയും കുഴക്കണ പോലെ ഉമ്മ അങ്ങോട്ട് കൈയിട്ടൊരു കുഴ കുഴച്ചിട്ട് ഇങ്ങോട്ട് മാറിയിട്ട് വേണോടാ വേണം, അള്ളാഹു ഓടിച്ചെല്ലും വാരി തിന്നാൻ. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകാം, ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് രാത്രി ചോറിടാൻ നേരത്ത് അൻസാരി എണ്ണൻ ചോറിൻ്റെ അകത്തോട്ട് കൈയിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. എല്ലാം അങ്ങോട്ട് കുഴച്ചിട്ട്, അൻസാരി എണ്ണന് മോനാ മോളാ ഉള്ളേ? ആ മോൻ. എത്ര വയസ്സുണ്ട്? 22. പോട്ടെ, വീട്ടിൽ പോയിട്ട് 22 വേണ്ട, ഒരു 5ഓ 6ഓ വയസ്സുള്ള മുഖന്റെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചോറങ്ങോട്ട് കുഴിച്ചിട്ട്, വാടാ മോനെ വാരിത്തരാം, വാപ്പ തിന്നോളെ, വാപ്പ തിന്നാ. കാരണം അത് വേസ്റ്റാ. ഒരാൾ തിന്നതിന്റെ ബാക്കി തിന്നാൻ പാടില്ലല്ലോ. അവൻ എങ്ങനെയാ വാപ്പ പഠിപ്പിച്ച് വെച്ചിരിക്കണ്ട, പിന്നെ എങ്ങനെ നേരെയാവാനാ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ തമാശക്ക് പറഞ്ഞതല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ ആ വീടിൻ്റെ അകത്ത് മനസ്സുകൾ തമ്മിലൊരു ബന്ധമുണ്ടാകും, സ്നേഹബന്ധം ഉണ്ടാകും. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. 3, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് അല്ലാഹു ആ വീട്ടിൽ ബർക്കത്ത് നൽകുകയാണ്. 2 മനസ്സുകളെ തമ്മിൽ സ്നേഹബന്ധമുണ്ടാവുകയാണ്. 3ാമത്തെ കാര്യം എന്തെന്നറിയുവോ? അല്ലാഹു അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ശത്രുത കൊടുക്കൂല. ആ വീട്ടുകാരുടെ ഹൃദയത്തിന്റെ അകത്ത് ശത്രുത കൊടുക്കൂല. പടച്ചവനെ, ഇന്നില്ലാതെ പോയതും അത് തന്നെയാണ്. ഏറ്റവും വലിയ ശത്രു നാട്ടതുവതാ സ്വന്തം കൂടപ്പിറപ്പാട്. മരിച്ച
മരിച്ചാലും കേറില്ലടാ, മരിച്ചാലും നീ എന്റെ വീടിന്റെ അകത്ത് കേറാൻ പാടില്ല എന്ന് കൂടപ്പറപ്പുകൾ പറയുമ്പോ ഒരേ വീടിന്റെ അകത്ത് തന്നെ രണ്ട് ഭക്ഷണം വെക്കുന്ന അവസ്ഥ, രണ്ടടുക്കള വെക്കുന്ന അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാ, അതുകൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാ അല്ലാഹു ദുനിയാവിൽ കൊടുക്കുന്ന പ്രതിഫലം ഒന്ന്, അല്ലാഹു ആ വീട്ടിൽ ബറക്കത്ത് ചെയ്യുകയാണ്. രണ്ട്, മനസ്സുകൾ തമ്മിൽ സ്നേഹബന്ധം കൊടുക്കുകയാണ്. മൂന്ന്, ആ വീടിന്റെ അകത്ത് നിന്ന് ശത്രുത അല്ലാഹു മാറ്റുകയാ. നാല്, ഇബ്ലീസ് അവരുടെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാണ്. ഇബ്ലീസിന് ആ വീടിന്റെ അകത്ത് സ്ഥാനമില്ല. ഇബ്ലീസിനും തന്റെ മക്കൾക്കും കൈയിട്ട് കടിക്കാനുള്ള അവസരമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചറബിന്റെ സ്വർഗത്തിലും അവർ ഒരുമിച്ചാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, സാലിഹത്തായ പെണ്ണിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുവോ? അവളുടെ മുഖത്ത് നോക്കിയാൽ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമായി, അവിടെ നിന്ന് സമാധാനമായി. ഏത് വേദനയും എത്ര വലിയ പ്രയാസവും ഭാര്യയൊന്ന് തലയിൽ കൈവച്ചിട്ട് പോട്ടയിക്ക ഞാനുണ്ടല്ലോ എന്ന ഒരൊറ്റ വാക്ക് മതി മോനെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണ്. രണ്ട്, സാലിഹത്തായ പെണ്ണിന്റെ രണ്ടാമത്തെ അടയാളം എന്താ? റസൂലുള്ളാഹി പറയുകയാണ്, വൈദാ അമറഹാ, ഭർത്താവ് ഏതെങ്കിലും ഒരു കാര്യം തന്റെ ഭാര്യയോട് കൽപ്പിച്ചാൽ, പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, മതിയെന്ന് പറഞ്ഞാൽ മതി. തന്റെ ഭർത്താവ് ഒരു നല്ല കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ, പടച്ചവനെ എന്റെ ഭർത്താവാണല്ലോ, എന്റെ ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ലോകത്ത് അല്ലാഹുവിന്റെ മുന്നിലല്ലാതെ മറ്റാരെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യാറ് അല്ലാഹു കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും ഓർമ്മപ്പെടുത്തിയെങ്കിൽ, തന്റെ ഭർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്ന ഭാര്യ എവിടെ പോയാലും ഭർത്താവിന്റെ അനുവാദമില്ലാതെ പോകില്ല. വീടിന് പുറത്തിറങ്ങണോ, തന്റെ ഭർത്താവിന്റെ പൊരുത്തം അത് 15 വയസ്സുള്ള 20 വയസ്സുള്ള ഭാര്യയാണെങ്കിലും 55 വയസ്സുള്ള ഭാര്യയാണെങ്കിലും അല്ലാഹുവേ, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ വീടിന്റെ വെളിയിലിറങ്ങില്ല, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങൂല, ഭർത്താവിന്റെ മുന്നിൽ കയർത്തു സംസാരിക്കില്ല, ഭർത്താവിനോട് ദേഷ്യപ്പെടില്ല. പടച്ചവനെ, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്, അങ്ങനെ ഒരു ഗുണം നിന്റെ ഭാര്യക്കുണ്ടോ? അവള് സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖദീജയെ കുറിച്ച് പഠിക്കണം പെണ്ണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ സ്വർഗ്ഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരമാ. ഒരാൾ പോലും അടുത്തേക്ക് പോകാൻ കഴിയാത്ത, ഒരു ശല്യവും ചെയ്യാത്ത മനോഹരമായ ഒരു കൊട്ടാരം അല്ലാഹുവേ ഖദീജയ്ക്കുണ്ട്. എന്തിനാ അല്ലാഹ് ഇത് കൊടുക്കുന്നതെന്നറിയുമോ? 25 കൊല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ട് 25 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചു. ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ഭർത്താവിനെക്കാളും 15 വയസ്സ് കൂടുതലാ. ഭർത്താവിനെക്കാളും 15 വയസ്സ് കൂടുതലുള്ള ഖദീജ 25 കൊല്ലം ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ മുന്നില് പടച്ചവരെ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. അല്ലാഹുവേ, അപ്പൊ പെണ്ണുങ്ങൾ പറയും പ്രവാചകനായത് കൊണ്ടല്ലേ? അല്ല പെങ്ങള്, 25-ാമത്തെ വയസ്സിലാണ് അല്ലാഹുവിന്റെ പ്രവാചകന് ഖദീജയെ വിവാഹം കഴിച്ചത്. പ്രവാചകന് നുബൂവത്ത് കിട്ടിയത് എപ്പോഴെന്നറിയുമോ? 40-ാമത്തെ വയസ്സിലാ. 40-ാമത്തെ വയസ്സിലാ മുത്തുനബിക്ക് നുബൂവത്ത് കിട്ടിയത്. അപ്പൊ പ്രവാചകനായിരുന്നില്ല. ആ 25 കൊല്ലത്തിന്റെ ഇടയിൽ ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തിയിട്ടില്ലാത്തത് കാരണം അല്ലാഹു സ്വർഗത്തിൽ ആരും ചെല്ലാത്ത ഒരു മുത്തിന്റെ കൊട്ടാരം കൊടുക്കുമെന്ന് മുത്തുനബി പറയുമ്പോ, പെങ്ങളെ, ഭർത്താവിനെ അനുസരിച്ചാ നിനക്ക് സ്വർഗമുണ്ട്, നിനക്ക് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളുണ്ട്. അങ്ങനെ അനുസരിക്കുന്ന
ഒരു സ്വഭാവം നിനക്കുണ്ടോ? നീ സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മൂന്നാമത്തെ പെണ്ണാരെന്നറിയോ? സ്വാലിഹത്തായ പെണ്ണിന്റെ മൂന്നാമത്തെ അടയാളം എന്തെന്നറിയോ? മുത്തുനബി പറയുകയാ, ഭർത്താവിനെ ചതിക്കാത്ത പെണ്ണാ. ഭർത്താവിന്റെ അസാന്നിധ്യമുണ്ടല്ലോ, ഭർത്താവ് കച്ചവടത്തിന് പോയി, ഭർത്താവ് ഗൾഫിൽ പോയി, ആ സമയത്ത് ഒറ്റയ്ക്ക് തന്റെ മക്കളുമായി 2 നിലകളുടെ വീടിന്റെ അകത്ത് ഒറ്റയ്ക്ക് കഴിയുമ്പോഴും പടച്ചവരെ തന്റെ ഭർത്താവിനെ വഞ്ചിക്കാത്ത പെണ്ണുണ്ടല്ലോ, തന്റെ ഭർത്താവിന്റെ സമ്പാദ്യം സൂക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ, തന്റെ ഭർത്താവിന്റെ അഭിമാനം സൂക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവള് സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പടച്ചവനെ ചില ഭർത്താവിന്റെ മുന്നിലെങ്ങാളും ഭാര്യയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ ഭർത്താവ് പറയും, എന്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആരെങ്കിലും തന്റെ ഭാര്യയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പറയും, എന്റെ ആമിനായോ, ഞാൻ വിശ്വസിക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ എങ്ങനാ? തന്റെ ഭർത്താവ് നാട്ടിലില്ല, തന്റെ ഭർത്താവിന്റെ സമ്പത്തും തന്റെ ശരീരവും സൂക്ഷിക്കുന്ന പെണ്ണ് നമ്മുടെ ഭാര്യ അങ്ങനത്തെ ഒരുത്തിയാണെങ്കിൽ, ഒരിക്കലും നമ്മളെ ചതിക്കാത്ത ഒരു പെണ്ണാണ് നമ്മുടെ ഭാര്യയെങ്കിൽ, അള്ളാഹു അവള് സാലിഹത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം. എന്റെ ഭാര്യ ആരെയും ഫോൺ വിളിക്കൂല, എന്റെ ഭാര്യ ആർക്കും മെസ്സേജ് എഴുതൂല, എന്റെ ഭാര്യ ഒരിക്കലും എന്നെ വഞ്ചിക്കില്ല, അങ്ങനൊരു വിശ്വാസം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഭാര്യ അങ്ങനെ ആകണം. തന്റെ ഭർത്താവിന്റെ സമ്പാദ്യവും എല്ലാം സൂക്ഷിക്കുന്ന പെണ്ണ്. അല്ലാതെ എടുത്ത് ഒളിച്ചും പാത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കല്ല, ഭർത്താവ് അറിയാതെ എടുത്തും അങ്ങോട്ട് കൊടുക്കുക, അങ്ങനൊന്നും കൊടുക്കാൻ പാടില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതാരുമാണെങ്കിലും ചെയ്യാൻ പാടുണ്ടോ? ഭർത്താവിന്റെ സമ്പാദ്യം വാപ്പ ചോദിച്ചാലും ഉമ്മ കൊടുക്കാൻ പാടുണ്ടോ? എന്റെ ഭാര്യയെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് എന്റെ അനുവാദം ഇല്ലാതെ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കാൻ പാടുണ്ടോ? പറഞ്ഞങ്ങാതി കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഭർത്താവിന്റെ അനുവാദം, സമ്പത്തും ശരീരവും സൂക്ഷിക്കുന്നവളാകണം ഭാര്യ. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ പെണ്ണുങ്ങൾ അങ്ങനൊന്നുമല്ല. പല പരിപാടികളും അതിനിടയിലൂടെ എടുത്ത് നടക്കും. ഭർത്താവിന്റെ അനുവാദം ഒന്നും ചോദിക്കാതെ എടുത്ത് അവിടെ കടം കൊടുക്കും, വല്ലവരും ചോദിക്കും, കൂടപ്പുറപ്പം ചോദിക്കുമ്പോൾ കൊടുക്കും. നമ്മളും അങ്ങനെ തന്നെ. ഭർത്താവിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയുടെ അനുവാദമില്ലാതെ ഭാര്യയുടെ സ്വർണ്ണം എടുത്ത് വിൽക്കുന്നവന്മാരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹറെടുത്ത് കൊടുക്കാവോ? ഭാര്യയുടെ സ്വർണം നമുക്ക് എടുക്കാവോ? എന്തെങ്കിലും ഇങ്ങനെ ഇരിക്കണേ? എന്താണ് ഷാജിക്കായുടെ ഭാര്യയുടെ സ്വർണ്ണം ഉണ്ട്, ഷാജിക്കായ്ക്ക് എടുക്കാവോ? ചോദിക്കാതെ എടുക്കാൻ പറ്റുമോ? എന്തെടുക്കാൻ പറ്റാത്ത നമ്മുടെ ഭാര്യയല്ലേ? എന്തേ പറ്റാതെ? എന്താ ഷൗക്കണ്ണേ? ഷൗക്കണ്ണ പിന്നെ ചോദിക്കാനൊന്നും ഇല്ല അല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്റെ ഭാര്യയുടെ സ്വർണം അല്ലേ, അപ്പൊ അത് എന്റേതാണോ? അല്ല. കാരണം ബന്ധം ഒഴിയുമ്പോ ഇതൊക്കെ തിരിച്ചു കൊടുക്കണം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധം ഒഴിഞ്ഞു അല്ലേ? രണ്ടുപേരും ബന്ധം ഒഴിയുമ്പോ 50 പവൻ തന്നിട്ടുണ്ട്, തിരിച്ചു തരണം. കൊടുക്കണോ? നമ്മുടേതാണെങ്കിൽ കൊടുക്കണ്ടല്ലോ, അപ്പൊ കൊടുക്കണം. അപ്പൊ അതിനർത്ഥം എന്താണ്? അത് നമ്മുടേതല്ലാണ്. പക്ഷെ മഹർ വരെ തിരിച്ചു വാങ്ങിക്കൊണ്ടു പോകുന്ന മഹാന്മാരുണ്ട്. മഹർ വരെ ഒരിക്കലും പെണ്ണിന്റെ മഹർ തിരിച്ചു വാങ്ങാൻ പാടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത് അവൾ കൊള്ളതാ, അത് അവളുടെ അവകാശം. മഹർ തിരിച്ചു വാങ്ങാൻ കഴിയില്ല. ഭാര്യയുടെ സ്വർണ്ണമാണെങ്കിലും അനുവാദം ചോദിച്ചിട്ടേ എടുക്കാവൂ. അവളുടെ മാതാപിതാക്കളോടൊക്കെ ചോദിക്കണം, എന്നിട്ട് വേണം എടുക്കാൻ കേട്ടോ. കെട്ടിക്കൊണ്ട് വന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ മോതിര ഊരണ മഹാന്മാരാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കെട്ടിക്കൊണ്ട് വന്ന് പിറ്റേ ദിവസം രാവിലെ പറയാ, കല്യാണ ചെലവിന്റെ ചെമ്പൊക്കെ ഇവിടെ കിടക്കുന്ന, വണ്ടി വാടക കൊടുക്കണം, അമിന മോതിര ഊരെന്ന് പറയുന്ന മഹാന്മാര്. പടച്ചവനെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർണ്ണത്തിൽ തൊട്ട് നോക്കണം, അപ്പൊ അറിയാം ഭാര്യയുടെ. എന്റെ ഭാര്യ പാവമല്ല, എന്റെ ആയിഷ എന്തൊരു പാവാന്നറിയാം. സ്വർണ്ണത്തിലൊന്ന് കൈ വെച്ച് നോക്കിയാൽ മതി, അപ്പൊ അറിയാം ഭാര്യയുടെ സ്വഭാവം. ചവിട്ടിയൊക്കെ അടിക്കാത്ത പാമ്പില്ലെന്ന് പറയണ പോലെ. ശരി, അള്ളാഹു നമ്മുടെ ഭാര്യ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഭാര്യമാർ ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. ജീവിതത്തിൽ പിഴവ് പറ്റിപ്പോയി എത്രയോ സഹോദരിമാർ ഉസ്താദെ പറ്റിപ്പോയല്ലോ. ജീവിതത്തിൽ കരയുന്ന ഒരുപാട് പേരുണ്ട്. തന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു പോരായ്മ, ഒരു മെസ്സേജ് എഴുതിയതിന്റെ പേരിൽ തലാക്ക് പറയുന്ന മഹാന്മാരുണ്ട്. ഇതിന് സഹോദരങ്ങൾ എങ്ങനെ ചെയ്യണത്? നമ്മുടെ ഭാര്യ വിട്ടുവീഴ്ച ചെയ്യണമല്ലോ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടുപോകാം, ഒരു മെസ്സേജ് എഴുതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയി, ഒരു അവസരം കൊടുക്കാൻ തയ്യാറാകുന്നില്ല. എന്തെങ്കിലും നിസ്സാര കാര്യത്തിന്റെ പേരിൽ കൊണ്ടുപോയി ഒഴിവാക്കാൻ കുടുംബക്കാരെല്ലാവരും ഒഴിവാക്കാനാ നോക്കുന്നത്. എടാ, നീ എന്തൊക്കെ ചെയ്യുന്നു?
ഒരു ഭാര്യ ഒരു മെസ്സേജ് എഴുതി, അല്ലെങ്കിൽ ഭാര്യയുടെ ഫോണിൽ ഒരു കോൾ വന്ന് സംസാരിച്ചത് എന്തൊരു പേര് തലാക്ക്. ഈ പറയുന്നവൻ ആരോടൊക്കെ സംസാരിക്കുന്നു? പറയുന്നവൻ ആർക്കൊക്കെ മെസ്സേജ് എഴുതുന്നു? മനസ്സറിഞ്ഞൊന്ന് തൗബ ചെയ്താൽ തീരാത്ത ഏത് പാപമാവുള്ളേ? ഒന്ന് തൗബ ചെയ്താൽ തൗബയുടെ വില നിനക്കറിയാഞ്ഞിട്ടാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മനസ്സിന്റെ ഉള്ളിൽ ഭർത്താവിനെ വഞ്ചിച്ചു പോയല്ലോ, എന്റെ ഭർത്താവിനോട് ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ. മനസ്സിന്റെ ഉള്ളിൽ വേദനകളുമായി കഴിയുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ജീവിതത്തിൽ പിഴവ് സംഭവിച്ചു പോയെങ്കിൽ നീ അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങ്. ഒരു ചരിത്രം പറയാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ പാപം ചെയ്തു നബിയേ, ഞാൻ തെറ്റുകാരനായി പോയി നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് തെറ്റ് ചെയ്തു പോയെന്നൊരു പെണ്ണ് പറയുമ്പോ, വ്യഭിചരിച്ചു പോയെന്ന് പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, അള്ളാഹുവേ, അവസാനം അവിടെ നിന്ന് ഇസ്ലാമിൽ വ്യഭിചരിച്ച പെണ്ണിനെ എന്തു ചെയ്യണമെന്നാ ശിക്ഷ? എറിഞ്ഞു കൊല്ലണമെന്നാണല്ലോ. വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ആ പെണ്ണ് മുത്തുനബിയുടെ മുന്നിൽ വന്നു. അവിടെ നിന്ന് പടച്ചവനെ എല്ലാം തുറന്നു പറയുകയാണ്. പടച്ചവനെ അവിടെ നിന്ന് എറിഞ്ഞു കൊല്ലുകയാണ്. അവസാനം മയ്യത്ത് കബറടക്കാ സമയമായപ്പോ, മയ്യത്ത് വേണ്ടി അവിടെ നിന്ന് മരിച്ചുപോയ എറിഞ്ഞു കൊന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ ജനാസ പൊതിഞ്ഞിട്ട് മയ്യത്ത് നമസ്കാരത്തിനെടുത്തു വെക്കുമ്പോ, അള്ളാഹുവിന്റെ പ്രവാചകന് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേക്കുകയാണ്. ആ വിചരിച്ച പെണ്ണ്, എറിഞ്ഞു കൊന്ന പെണ്ണ്, ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേക്കുമ്പോ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, മുത്തുനബിയുടെ ചുമലിലേക്ക് കൈവെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഈ പെണ്ണിന്റെ മയ്യത്ത് അങ്ങ് നമസ്കരിക്കാൻ പോകുകയാണോ നബിയേ? ഈ വ്യഭിചാരത്തിൽ എറിഞ്ഞു കൊന്ന പെണ്ണ്, ഈ പെണ്ണിനെ എറിഞ്ഞു കൊന്നതാണല്ലോ, ഇവളുടെ മയ്യത്ത് നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ പോവുകയാണോ? അള്ളാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ, റസൂലുള്ളാഹി പറഞ്ഞു, ഉമറേ, ഈ പെണ്ണാരെന്നറിയുവോ? ഈ പെണ്ണിന്റെ തൗബ എന്തെന്നറിയുവോ? റസൂലുള്ളാഹി പറയുകയാ, ഈ നാട്ടിലെ സർവ്വ ആൾക്കാർക്കും ഈ പെണ്ണിന്റെ തൗബയെങ്ങാണം വിഹിതം വെച്ച് കൊടുത്താൽ, അല്ലാഹുവേ, സർവരുടെയും പാപം അല്ലാഹു പുറത്തു കൊടുക്കും. അങ്ങനെ ഒരു തൗബയായിരുന്നു, അങ്ങനെ ഒരു തൗബയായിരുന്നു. പടച്ചവരെ, അങ്ങനായിരുന്നു മുത്തുനബിയുടെ മുന്നിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ. അങ്ങനാണല്ലോ ചില പേരുടെ തൗബ എങ്ങനാണ്? എത്ര പറഞ്ഞാലും അവരുടെ തൗബ ആത്മാർത്ഥമാണ്. നമ്മളെ പോലെ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന തൗബയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാണ്, വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞാണ് നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് പറഞ്ഞു, നീ ഗർഭിണിയല്ലേ, നീ പ്രസവിച്ചിട്ട് വരാൻ. ആ പെണ്ണ് പോയി, പടച്ചവരെ, 9.5 മാസം കഴിഞ്ഞു, അവിടെ നിന്ന് പ്രസവിച്ചു. ചോര കുഞ്ഞിനെയും കൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ചാരത്ത് വന്നു. നബിയെ, ഞാൻ പ്രസവിച്ചു, ഇനി എന്നെ എറിഞ്ഞു കൊല്ല് നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണേ, നീ പോയാ പാല് കൊടുക്കാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് ഈ കുഞ്ഞിന് നീ പാല് കൊടുക്ക്. ഒരു പെണ്ണ് ഗർഭിണിയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വ്യഭിചരിച്ചു നബിയെ, എന്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞ് വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാ, എനിക്ക് ശിക്ഷതാ. പ്രവാചകൻ പറഞ്ഞു, നീ പോ, പ്രസവിച്ചിട്ട് വാ, മനസ്സ് മാറിയാലോ. എറിഞ്ഞു കൊല്ലാനല്ല നോക്കിയത്. ആ പെണ്ണ് തിരിച്ചു വരില്ല എന്ന് കരുതിയിട്ട് പ്രവാചകൻ പറഞ്ഞു, നീ പോ,
9.5 മാസം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞിട്ട് ചോര കുഞ്ഞിനെയും കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുന്നിൽ വെച്ചിട്ട് പറയാ, പ്രസവിച്ച് നബി എനിക്കുള്ള ശിക്ഷതാ. റസൂലുള്ളാഹി പറഞ്ഞു, നീ പോയി പാല് കൊടുക്കു കുഞ്ഞിന്, അങ്ങനെയെങ്കിലും കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴെങ്കിലും മനസ്സ് മാറുമെന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞിട്ടെ. ആ പെണ്ണ് പോയിട്ട് തന്റെ കുഞ്ഞു പാല് കുടിക്കും. അവസാനം ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോ പാലുകുടിയൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് തൻ്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുത്തു, നബിയെ എൻ്റെ മോൻ പാലല്ലാത്ത ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, എനിക്ക് ശിക്ഷതാ നബിയെ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ മുന്നിൽ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്തെന്നറിയോ? നബിയെ, ഒരു തെറ്റിന്റെ പേരിൽ അള്ളാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ല. ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ല ഒരാളെ ശിക്ഷിക്കോ? ഇല്ല, അല്ല നീതിമാനാ. അപ്പൊ ഇവിടെ വെച്ച് ഇതാണെങ്കിൽ എറിഞ്ഞങ്ങ് മരിക്കുന്നതോടുകൂടി എന്റെ കാര്യം തീർന്നു. പക്ഷെ അള്ളാടെ മുന്നിൽ പോകുമ്പോൾ എനിക്ക് രക്ഷപ്പെടാമല്ലോ. പക്ഷേ അവിടെ പോയാൽ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല നബിയെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പെണ്ണിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ പോകുമ്പോഴാ ഉമർ തങ്ങൾ തടഞ്ഞിട്ട് ചോദിക്കാൻ, നബിയെ വ്യഭിചരിച്ച് എറിഞ്ഞു കൊന്ന പെണ്ണിന്റെ മയ്യത്താണോ നിസ്കരിക്കണേ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഈ പെണ്ണിന്റെ തൗബയെടുത്തിട്ട് വിഹിതം വെച്ചു കൊടുത്താൽ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും പാവം അള്ളാഹ് പുറത്തു കൊടുക്കും. അത്രയും വലിയ തൗബയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളും മനുഷ്യരാ, അതുപോലെ നമ്മുടെ ഭാര്യയും. നമ്മ ആർക്കെല്ലാം നമ്മൾ മെസ്സേജ് എഴുതുന്നു, മലക്കുകളാ. പണ്ടാരോ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്യാത്തവർ എന്നെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ആരാപ്പോ ഉള്ളേ? ഞാൻ എത്ര പേർക്ക് മെസ്സേജ് എഴുതുന്നു, ആരെയെല്ലാം ഞാൻ വിളിക്കുന്നു, എത്ര പേരോട് ഞാൻ സംസാരിക്കുന്നു നല്ലതും മോശവുമായി. പക്ഷെ അത് നമ്മുടെ ഭാര്യ ചെയ്ത് കഴിഞ്ഞാൽ പൊറുക്കാനുള്ള മനസ്സ് നമുക്കില്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കണം, തെറ്റുകൾ തിരുത്തി കൊടുക്കണം. എന്നിട്ടും പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.